ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ടിപ്സ് ബ്ലൗസിൻ്റെ കപ്പ് ഷേപ്പിനെ കുറിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോൾ കസ്റ്റമർ ഓരോ ആൾക്കാർ ഓരോ രീതിക്കായിരിക്കും കപ്പ് ഷേപ്പ് ചെയ്യുന്നത്. അതായത് ചിലർക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന പോലത്തെ കപ്പ് ഷേപ്പായിരിക്കും ഇഷ്ടം, ചിലർക്ക് ഫ്ലാറ്റായിട്ട് അതായത് ഷേപ്പായിട്ടും ഉണ്ടാവും, എന്നാൽ ബ്രസ്റ്റ് കാണാൻ നല്ലൊരു ഷേപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നല്ല കൂർത്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ 3 ടക്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറയ്ക്കണം. നമുക്ക് 1 ഇഞ്ച് അങ്ങനെയൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. കൂർത്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ഈ 3 ടക്കും, അതായത് മെയിൻ ടക്കിൽ കൈക്കുഴിയുടെ അവിടുത്തെ ടക്കിലേക്കും അതേപോലെ ഹുക്കിൻ്റെ അവിടുത്തെ ടക്കിലേക്കും ഓരോ ഇഞ്ച് വ്യത്യാസം ഡിസ്റ്റൻസ് വരുന്ന പോലെ വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അതല്ല, നേരത്തെ പറഞ്ഞ പോലെ ഇത്തിരി നല്ല ഷേപ്പും വേണം, ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റായിട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ മെയിൻ ടക്കും ബാലൻസുള്ള 2 ടക്കിൻ്റെയും ഇടയിൽ 1.25 തൊട്ടിട്ട് 2 ഇഞ്ച് വരെ നമുക്ക് ഡിസ്റ്റൻസ് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കസ്റ്റമർ നമ്മുടെ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ തരുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം ചോദിക്കുക കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് അല്ല, അതായത് അളവ് ബ്ലൗസ് തരുമ്പോൾ എനിക്ക് കപ്പ് ഷേപ്പ് കറക്റ്റായി നിൽക്കുന്നില്ല എന്ന് പറയുന്നവരുടെ അടുത്ത് നമ്മൾ മെയിനായിട്ടും ഈ ഒരു കാര്യം ചോദിക്കണം. ചോദിച്ചിട്ട് അവർക്ക് അനുസരിച്ച പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.